ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ നാട്ടിൽ കളിയാട്ടാവാനായി. അപ്പോൾ കളിയാട്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ നാട്ടിലോട്ട് പോവാണ്. നാട്ടിൽ പോയപ്പോൾ നമ്മുടെ പാടത്ത് നിറച്ച് വെള്ളം കയറി. ഇവിടെ വെച്ചിട്ടാണ് സാധാരണ കളിയാട്ടം നടക്കാറ്. അത് മുഴുവൻ ഇത്തവണ മഴയത്ത് ഫുള്ള് വെള്ളമായി. അപ്പോൾ ഇനിയിപ്പോൾ എന്താകും കളിയാട്ടെന്ന് നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച്. അങ്ങനെ ഞാൻ വന്നു, നേരെ പോയി പാടം കണ്ടു. തിരിച്ച് വന്നപ്പോഴേക്കും ദീശുമോനും ഉഷേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാറുണ്ട് അവരെ കൂടെ വീണ്ടും ഞാൻ പാടത്തൊക്കെ കറങ്ങാൻ പോയി. പാടം കണ്ടിട്ട് അയ്യോ എന്താകും എന്നുള്ളൊരു ടെൻഷനുണ്ട്. അപ്പോൾ വഴിയിലൊരു ചെറിയ കുട്ടി കടല വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കടലയൊക്കെ വാങ്ങി നേരെ കളിസാധനം വാങ്ങിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഇട്ടാപ്പൊട്ടിയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എത്തി. ചേച്ചിയും ചേച്ചിയുടെ 2 മക്കളും എത്തി. ദേ നിൽക്കുന്ന നമ്മുടെ ആശുമോൻ. അപ്പോൾ ആശുമോന് ദേഷ്യം വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. ദേഷ്യം ആശും ദേവട്ടനും നല്ല ഫ്രൂട്ടാണ്. അങ്ങനെ അവിടെ പാട്ട് കേൾക്കുമ്പോൾ ദേഷ്യമോൻ ഇവിടെ ഡാൻസ് തുടങ്ങി. ഡാൻസ് കണ്ടിട്ട് നമ്മുടെ ആശു നോക്കി നിൽക്കുന്നേ ഉള്ളൂ, കളിക്കുന്നൊന്നുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് രജമായി വന്നു. ഇത് നമ്മുടെ ശ്രീഷ്മേച്ചി മോളുണ്ട്. പിന്നെ പൂജ തുടങ്ങി. ചേച്ചി ഇടുവാ പ്രസാദം വാങ്ങിക്ക. പൂജ നടക്കണ്ട്. ആരാണ് മുഖ്യ കർമ്മി? രണ്ടും കൂടെ കർമ്മം ചെയ്യുന്നുണ്ട്. ദൈവമേ ചെയ്യൂ, നമുക്കൊരു അമ്പലമായിട്ട് പ്രഖ്യാപിക്കാം. പൂജയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കളയട്ടമുക്കിൻ്റെ ദേശവരവ് പറമ്പിലെത്താനായി എന്ന് പറഞ്ഞത്. വേഗം ഓടി ഞങ്ങൾ അങ്ങോട്ടെത്തി. അവിടെ എത്തിയപ്പം പിന്നൊന്നും നോക്കിയില്ല, ഫുൾ DJ മോഡായിരുന്നു. DJ ഒക്കെ കഴിഞ്ഞ് ഞാനും ചേച്ചി നോക്കുമ്പോൾ വീട്ടുകാരെ കാണുന്നില്ല. അവർ നേരെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ചേച്ചിയും കൂടെ അമ്പലത്തിൽ പോയി. അവിടെ നിന്ന് പിള്ളേർ പിന്നെയും കുറേ ഇട്ടാപ്പൊട്ടി വാങ്ങിച്ചു. അയ്യേ അത് പൊട്ടില്ല. പിന്നെ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. മഴ ആയതുകൊണ്ട് എന്താകും കളിയാട്ടെന്നുള്ള കൺഫ്യൂഷൻ അപ്പോഴും ഉണ്ടായിരുന്നു. ആൾക്കാർ കുറവ് തന്നെയാണ് രാവിലെ എത്തിയപ്പോഴൊക്കെ. പിന്നെ അപ്പോഴാണ് മറ്റേ സംഭവ ടീമില്ലേ, അതായത് ആദ്യം കളിയാട്ടൊക്കെ ആവശ്യമിട്ടിരുന്ന കുതിരയുടെ ടീംസിനെ കണ്ടു. അപ്പോൾ അവരെ കുതിരേനെ ചുറ്റുന്നതും അവിടെ കുതിരേനെ കൊണ്ടുപോയി തള്ളുന്നതും അവരെ പാട്ടൊക്കെ കേട്ടു. പിന്നെ ആസ് യൂഷ്വൽ ഷോപ്പിങ്ങിനൊക്കെ പോയി. റോട്ടിലൊന്നും അധികം ആൾക്കാരൊന്നുമില്ല. പിന്നെ വരവ് തുടങ്ങാനായി. ഇതേ അച്ഛനെ പിടിച്ചിട്ട് ആരൊക്കെയോ ഡാൻസ് കളിപ്പിക്കുന്ന അച്ഛൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ നേരെ ആൽത്തറേൻ്റെ അവിടെ പോയി. കളിയാട്ടക്കാവിലെ പാടത്തിനടുത്തുള്ള ആൽമരത്തിൻ്റെ അവിടെ. അങ്ങനെ കുറേ നേരം അതൊക്കെ ഇരുന്ന് കണ്ടു. അങ്ങനെ സമയം ഒരു 10:30 ആയപ്പോഴാണ് അവസാനത്തെ കുതിര പോകുന്നത്. അപ്പോഴേക്കും വീട്ടിൽ കറണ്ടൊക്കെ പോയി. അങ്ങനെ കളിയാട്ടം കഴിഞ്ഞു.